മമ്മൂട്ടിയുടെ സിനിമയാണ് മൂന്നാമത്തെ സിനിമ. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഈ സിനിമാഭിനയോട് അപാരമായിട്ട് ഭ്രാന്തുള്ളത് കൊണ്ട് തന്നെ MT വാസുദേവൻ നായർ വിളിച്ചപ്പോൾ നേരെ വണ്ടി കയറിയതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ. അവിടെ എത്തി സിനിമയിൽ അഭിനയിച്ചു കേട്ടോ. സിനിമയിൽ അഭിനയിച്ച് ഒരല്പ ദിവസം കഴിഞ്ഞപ്പോഴാണ് വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഈ മനുഷ്യന്റെ ആയിട്ടുള്ളൂ എന്ന് അവിടുത്തെ സംവിധായകനും മറ്റും തിരിച്ചറിയുന്നത്. വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ നാട്ടിലേക്ക് വിടുന്നുണ്ട്. വീടുകൾ പിന്നീട് തുടങ്ങാമെന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് വിടുന്നത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയാം, ആ സിനിമ റിലീസായിട്ടില്ല. ഏറ്റവും അത്ഭുതകരമായിട്ട് കാര്യം, അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്ത് അല്ലെങ്കിൽ ആത്മമിത്രം, അതുമല്ലെങ്കിൽ ഗുരു എന്നീ സ്ഥാനത്തൊക്കെ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ നിർത്തുന്ന MT വാസുദേവൻ നായരായിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ. സിനിമയുടെ പേര് ദേവലോകം എന്നാണ്. ഈ സിനിമ ചിത്രീകരണം പൂർത്തിയായില്ല എന്ന് മാത്രമല്ല, ഈ സിനിമയിലാണ് എന്ന് പറയുന്ന ഒരു വേഷമായിരുന്നു ഇദ്ദേഹം ചെയ്തിരുന്നത്. ഇതിൽ ചില സ്റ്റില്ലുകളൊക്കെ നമുക്ക് ലഭ്യമാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ചെങ്ങാതി ഉണ്ടല്ലോ, ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണോ അല്ലയോ എന്നതിന് ഒരുപക്ഷെ നമുക്ക് എടുത്ത് വെക്കാവുന്ന ചിത്രം ഇദ്ദേഹത്തിന്റെ ഈ സിനിമയിലെ ചിത്രമാണ്. മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചു പോകുന്ന ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. മമ്മൂട്ടിയുടെ മൂന്നാമത്തെ ചിത്രമായിരുന്നു അത്. പക്ഷേ പുറംലോകം കണ്ടിട്ടില്ല. ബൈ.